ദൈവത്തിൻ്റെ ധന്യനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നിങ്ങളുമായി ഇങ്ങനെ ഒരുമിച്ച് സന്ധിക്കുവാൻ ദൈവം തന്ന നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി ലോകം എമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാരക രോഗമായ COVID-19 നിമിത്തം നാം എല്ലാവരും ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ധാരാളം ആളുകൾ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. പലരും രോഗികളായി ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കും പുറത്തേക്ക് ഇറങ്ങുവാനോ ഒരുമിച്ച് സന്ധിക്കുവാനോ സ്നേഹസൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. എന്നാൽ അതിനേക്കാൾ വേദനാജനകമായി ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ദിവസങ്ങൾ ഒരുമിച്ച് നമ്മുടെ ആരാധനാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നില്ല. ആത്മീയ സംസർഗത്തിന് നമുക്ക് പറ്റുന്നില്ല. കർത്താവിൻ്റെ മേശ നമുക്ക് പങ്കിടുവാനായിട്ട് കഴിയുന്നില്ല. ഇതൊക്കെ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും വേദനയും ഉളവാക്കുന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ആത്മീയമായ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചു പോയത്. ഈ കാലയളവിൽ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ അടയ്ക്കപ്പെട്ടു. ട്രാക്റ്റ് കൊടുക്കുന്നതിനോ പരസ്യയോഗങ്ങൾ നടത്തുന്നതിനോ ആശുപത്രി സന്ദർശിക്കുന്നതിനോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും നമുക്ക് കഴിയാതിരിക്കുകയാണ്. എങ്കിലും ഈ തരുണത്തിൽ സാമൂഹിക വാർത്താ മാധ്യമങ്ങൾ വഴി ദൈവമക്കൾ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയങ്ങൾ വേർതിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. നാം ഭവനങ്ങളിലേക്ക് ഒതുക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ആരാധന അടഞ്ഞുപോയില്ല, നമ്മുടെ പ്രാർത്ഥന മന്ദീഭവിച്ചില്ല. അതിനേക്കാൾ ഉപരി നാം എല്ലാവരും ആത്മീയമായി ഉണർത്തപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആധുനിക വാർത്താ മാധ്യമങ്ങൾ, സാങ്കേതിക മാധ്യമങ്ങൾ വഴിയൊക്കെ എല്ലാ സഭകളിലും ഉപവാസ പ്രാർത്ഥനകളായി, ആരാധനയായി ദൈവസഭ ഉണർത്തപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പല സഭകളിലും ഉപവാസ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ചാനലിലൂടെയോ സൂം വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളാണ് നടക്കുന്നത്. അതോടനുബന്ധിച്ച് ദൈവസഭയിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് വളരെയധികം പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. സഭ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യുവാനും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കുവാനും ഒക്കെയുള്ള ഒരവസരം ദൈവം നമുക്ക് ദാനമായി തന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഇന്ന് അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവജന ഭാഗം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ് വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 1 തെസ്സലോനി 5:18. ആ വാക്യങ്ങൾ ഒരുമിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് 16 മുതൽ വായിക്കുന്നതാണ് ഉചിതം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് മതി. എന്നാൽ മലയാളം ബൈബിളിൽ ആ വാക്യങ്ങൾ പുറകെ എഴുതിയിരിക്കുന്നത് കൊണ്ട് വാക്യം വിച്ഛേദിച്ചെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. 16 മുതൽ ഇങ്ങനെയാണ്: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ദൈവത്തിന് തൻ്റെ മക്കളെക്കുറിച്ച് വ്യക്തമായ ചില ഉദ്ദേശമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ദൈവേഷ്ടം അഥവാ ദൈവത്തിൻ്റെ ഹിതം. നാം എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഹിതമുണ്ട്. ദൈവത്തിന് തൻ്റെ മക്കളെക്കുറിച്ചുള്ള ഹിതം ആണ് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്: കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ, അങ്ങയുടെ ഹിതം ഞങ്ങളോട് അറിയിക്കണമേ എന്നൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്നാൽ ദൈവഹിതം എന്താണെന്ന് വേദപുസ്തകത്തിൽ തെളിവായി കിടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയിട്ടാണ് പിന്നെയും ദൈവഹിതം വെളിപ്പെടുത്തേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വെളിപ്പെടുത്തപ്പെട്ട ചില ദൈവഹിതങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ വായിച്ചത്: ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എന്ത്? എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ.
ഞാൻ അതിൻ്റെ അവസാന ഭാഗം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. അത് മലയാളത്തിൽ എല്ലാറ്റിനും എന്നാണ് കാണുന്നതെങ്കിലും പുതിയ തർജ്ജമകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം എല്ലാ സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ ആ വാക്യത്തിന് ശരിയായ തർജ്ജമ എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഹൃദയത്തിൽ വരുന്നൊരു ചിന്ത സ്തോത്രം 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 എന്ന് നാം ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ്. എന്നാൽ സ്തോത്രം ചെയ്യുക എന്നുള്ളതിനേക്കാൾ ആ വാക്യം നന്ദിയുള്ളവരായിരിക്കുക എന്ന് തർജ്ജമ ചെയ്യുന്നതാണ് ഉചിതം. യുഹറിസ്റ്റിയോ എന്ന് പറഞ്ഞൊരു പുതിയ നിയമ പദം, ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യുഹറിസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബി താങ്ക്ഫുൾ, നന്ദിയുള്ളവരാകുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എപ്പോഴും എല്ലാ സാഹചര്യത്തിലും നന്ദിയുള്ളവരാകുക എന്നാണ് പൗലോസ് ആ വാക്യത്തിൽ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടോ ക്രിസ്തീയ ഗോളം ഈ സ്തോത്രം എന്ന പദത്തെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് സ്തോത്രം 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 എന്ന് ഒരു മാന്ത്രികോച്ചാരണം പോലെ, ഒരു മാന്ത്രിക പദം പോലെ നമ്മളത് ആവർത്തിച്ച് ഉരുവിടാറാണ് പതിവ്. അത് പറഞ്ഞ് ആ പദം പോലും നമ്മൾ വികലമാക്കിയിട്ടുണ്ട്. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞത് ശൂദ്രാം ശൂദ്രാം എന്നവരെ ആയിപ്പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം എന്ന പദത്തിന് നന്ദി എന്നാണ് അർത്ഥം. അപ്പൊ എപ്പോഴും നന്ദി ഉള്ളവരാകുക, അത് നമ്മൾ പറയുന്ന ചില വാക്കുകളെക്കാൾ അതൊരു മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരാകുക എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നന്ദി, എങ്ങനെ നന്ദിയുള്ളവരാകാൻ കഴിയും? നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഒരു നിമിഷം നാം ചിന്തിക്കുകയും നമ്മളെ വീണ്ടെടുത്ത വിധങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരാകാതിരിക്കാൻ കഴിയും? കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ആ വലിയ രക്ഷണീയ പ്രവൃത്തി, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ വീണ്ടെടുപ്പ്, രക്ഷ, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിട്ട് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ, ദൈവം നമുക്ക് തന്ന നന്മകൾ, ഇതെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ ധാരാളം വക നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ വ്യത്യസ്തമെന്ന് തോന്നാവുന്ന രണ്ട് പദങ്ങളുണ്ട്. ഒന്ന് ചിന്തിക്കുക എന്നർത്ഥം വരുന്ന തിങ്ക് എന്ന പദം, ചിന്തിക്കുക. രണ്ട് നന്ദിയുള്ളവരാകുക, താങ്ക് എന്ന പദം. നിങ്ങൾ ശ്രദ്ധിച്ചോ, മലയാളത്തിൽ അത് രണ്ട് വ്യത്യസ്ത പദങ്ങളാണെങ്കിലും ഇംഗ്ലീഷിൽ കുറെ കൂടെ രസകരമാണ്. തിങ്ക് ചിന്തിക്കുക, താങ്ക് നന്ദിയുള്ളവരാകുക. ഈ രണ്ട് പദങ്ങളും ഒരേ മൂലത്തിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിട്ടുള്ളതാണ്. തിങ്ക് ആൻഡ് താങ്ക്, ചിന്തിക്കുക, നന്ദി പറയുക. അർത്ഥം ഇതാണ്, ചിന്തിക്കുന്നവനെ നന്ദി പറയുവാൻ കഴിയും. ദൈവസന്നിധിയിൽ വന്നിരുന്ന നിർവിചാരികളായിരുന്നാൽ അവർക്കൊരിക്കലും ദൈവത്തോട് നന്ദി പറയുവാനോ നന്ദിയുള്ളവരായി തീരുവാനോ കഴിയുകയില്ല. വാസ്തവത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഞാൻ കഴിഞ്ഞ നാളുകളിൽ ആരായിരുന്നു? ഇപ്പോൾ ഞാൻ ആരാണ്? ഇനി ഞാൻ ആരായി തീരും എന്ന് ഒരു നിമിഷം നാം ചിന്തിച്ചാൽ നാം അറിയാതെ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുവാനായിട്ട് തുടങ്ങും. ചിന്തിക്കുന്നവനെ നന്ദി പറയൂ എന്ന് മാത്രമല്ല, ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് നന്ദി പറയാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇംഗ്ലീഷ് ഭാഷയിൽ ഇംഗ്ലീഷുകാർ സംഭാഷണങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പദമാണ് താങ്ക്സ്, നന്ദി. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും സംസ്കാര സമ്പന്നരെന്നും വിദ്യാഭ്യാസമുള്ളവരെന്നും ഒക്കെ നമ്മൾ കരുതുന്ന ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഭാഷണങ്ങളിൽ ഉടനീളം ഈ താങ്ക്സ് എന്ന പദം അടങ്ങിയിരിക്കും. നാം ഒരു ചെറിയ ഉപകാരം അവർക്ക് വേണ്ടി ചെയ്യുക, അവർ വരുന്ന വഴിയിൽ നാം ഒരല്പം ഒതുങ്ങിക്കൊടുക്കുക, അവരോടൊരുമിച്ച് ഊണമേശയിൽ ഇരിക്കുമ്പോൾ മുൻപിലിരിക്കുന്ന പെപ്പറോ സോൾട്ടോ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുക ഒക്കെ ചെയ്താൽ
അവരുടനെ നന്ദി, താങ്ക്സ് എന്ന് പറയും. മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല. നാം എന്തെല്ലാം ചെയ്തു കൊടുത്താലും ഇനിയും ചെയ്യൂ എന്നോ, ഞാനതിന് അർഹതപ്പെട്ടതാണെന്നോ, നിങ്ങൾ അത് ചെയ്യുവാൻ വിധിക്കപ്പെട്ടവരാണെന്നോ ഉള്ളൊരു ചിന്തയാണ് നമുക്ക് സാധാരണയുള്ളത്. താങ്ക്സ് എന്ന സംഭാഷണത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വ്യക്തി ആണ് ഏറ്റവും സംസ്കാര സമ്പന്നൻ എന്നാണ് ഇംഗ്ലീഷുകാർ ധരിക്കുന്നത്. താങ്ക്സ് എന്ന പദം ഒരു വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെയും സൗമനസ്യത്തിൻ്റെയും സൂചനയായി ഇംഗ്ലീഷുകാർ കരുതുന്നു. നന്ദി, ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായി തീരുക. പലപ്പോഴും നാം സ്തോത്രം എന്ന് ഉരുവിടാറുണ്ടെങ്കിലും പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നാണ് ഇരിക്കുന്നത്. നാം പറയുന്ന സ്തോത്രം എന്ന പദത്തിനകത്ത് യഥാർത്ഥത്തിൽ നന്ദിയുള്ളൊരു ഹൃദയമില്ല. ഒരു കടലാസ് പൂ പോലെയാണ്. എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോ എൻ്റെ ഷെൽഫിലോ ഒക്കെ കൃത്രിമമായ പുഷ്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവർ വേസുകളിൽ അത് കുത്തി നിർത്തിയിട്ടുണ്ട്. അത് കൃത്രിമമാണ്. കണ്ടാൽ വളരെ പെർഫെക്റ്റ് ആണെന്ന് തോന്നും, വളരെ മനോഹരമാണെന്ന് തോന്നും, നല്ല നിറമുള്ളതാണെന്ന് തോന്നും. പക്ഷേ അതിന് ഗന്ധമില്ല, അതിന് സന്തോഷം തരാൻ പറ്റുന്നില്ല. എന്നാൽ പുറത്ത് മുറ്റത്ത് പല ചെടികളുണ്ട്. ആ ചെടികളിൽ വിടർന്നു വരുന്ന പൂക്കൾ ഒരുപക്ഷെ നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടലാസ് പൂക്കളുടെ അത്ര മനോഹാരിത അതിനില്ലെങ്കിൽ പോലും അത് നമ്മുടെ ഹൃദയത്തിൽ പകരുന്ന സന്തോഷം, അതിൻ്റെ സ്നിഗ്ധത, അതിൻ്റെ സുഗന്ധം അതൊന്ന് വേറെയാണ്. ഇതുപോലെയാണ് നമ്മൾ പറയുന്ന സ്തോത്രങ്ങൾ ഒരുതരം കടലാസ് പൂക്കൾ പോലെ ദൈവത്തിന് അർപ്പിക്കുന്നു എന്നല്ലാതെ അതിനകത്ത് നമ്മുടെ ആത്മാവടങ്ങിയിട്ടില്ല എന്നൊരു തെറ്റ് സാധാരണയുണ്ട്. നാം പറയുന്ന സ്തോത്രങ്ങൾ അതിനകത്ത് നമ്മുടെ ആത്മാവടങ്ങിയിട്ടില്ലെങ്കിൽ ദൈവത്തിന് അത്ര സ്വീകാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ആരാധന നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നതാണോ എന്നൊരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തെറ്റായ ആരാധനയുടെ ഏറ്റവും നല്ലൊരു നഖചിത്രം മലാഖിയുടെ പ്രവചനത്തിലുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ ഒരു പുസ്തകമാണ് മലാഖിയുടെ പുസ്തകം. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം ചോദിക്കുന്നു, മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. പലപ്പോഴും നാം പാടുന്നുണ്ട്, കരഘോഷങ്ങൾ ഉയർത്തുന്നുണ്ട്, ബഹളങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ആരാധനയിൽ ദൈവം അർഹിക്കുന്ന ആ വിലയും ബഹുമാനവും ദൈവത്തിന് അർപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവനാമത്തെ തുച്ഛീകരിക്കുകയാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു. അതിന് ഇസ്രായേൽ ജനം ചോദിക്കുകയാണ്, അതിന് ഞങ്ങൾ ഏതിനാലാണ് അങ്ങയുടെ നാമത്തെ തുച്ഛീകരിച്ചത്? ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ അവഗണിച്ചത്? ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ അവമതിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിന ഭോജനം അർപ്പിക്കുന്നു. പൊല്യൂട്ടഡ് ബ്രെഡ്. ദൈവത്തിന് അർപ്പിക്കേണ്ട ഭോജനയാഗം ഏറ്റവും മേൽത്തരമായിരിക്കണമെന്നും പുതിയതായി ചുട്ടെടുത്ത അടകളും വടകളുമാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നും ദൈവവചനം നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ദൈവം പറയുകയാണ്, നിങ്ങൾ വാസ്തവത്തിൽ ആരാധനയിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് പഴകിപ്പോയ, മലിനമായി പോയ, ജീർണിച്ചു പോയ, ദുർഗന്ധം ഉളവാക്കുന്ന ഭോജനമാണ് നിങ്ങൾ മേശമേൽ അർപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നാം സ്തുതികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്തോത്രങ്ങൾ പറയുന്നുണ്ടെങ്കിലും, ആരാധിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിന് സ്വീകരിക്കുവാൻ കഴിയാത്ത നിലയിൽ അത് പഴകിപ്പോയതും അർത്ഥം തീർന്നു പോയതും ആത്മാവ് ഇല്ലാത്തതുമാണ്. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴും വീണ്ടും ജനം ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ അതിനെപ്പോഴാണ് മലിനഭോജനം ദൈവ സന്നിധിയിൽ അർപ്പിച്ചത്? അതിന് ദൈവത്തിന്റെ മറുപടി, യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. യഹോവയുടെ മേശ നിന്ദ്യം, ഡിസ്ഗസ്റ്റബിൾ, അറപ്പുളവാക്കുന്നത്. യഹോവയുടെ മേശ എന്നോട് ഉദ്ദേശിച്ചിരിക്കുന്ന യാഗപീഠമാണ്. ഈ ആരാധന
അറപ്പുളവാക്കുന്നതാണ്. ഇത് നിസ്സാരമാണ്. അടുത്ത ആ അധ്യായത്തിൽ തന്നെ അവസാനമായി നമ്മൾ കാണുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ ആരാധിക്കുന്ന ഒരു ദൈവപൈതൽ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടോ. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. ദൈവത്തിന് അർപ്പിക്കുന്ന യാഗ വസ്തുക്കൾ അത്ര പരമാർത്ഥതയോടെ അല്ലാതെ പഴകിയതും വില കുറഞ്ഞതും ഉപേക്ഷിച്ചതുമായതൊക്കെ കൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ പറയുകയാണ്, എന്തൊരു പ്രയാസം, ഹൗ വേറിസം, എന്തൊരു മടുപ്പുളവാക്കുന്നത്. പലപ്പോഴും നമ്മൾ ആരാധനയുടെ നടുവിൽ നാം സ്വയം പറയാറില്ല, എന്തൊരു ബോറടിയാണ്, എന്തൊരു മടുപ്പാണ് ആരാധന. നാം ആരാധനാലയത്തിൽ ഇരുന്ന് പലപ്പോഴും കൈകളും കാലുകളും കുടയുക, വായിക്കോട്ട ഇടുക, ഒരുതരം അലക്ഷ്യ മനോഭാവത്തോടെ ആരാധനയെ വെറുക്കുന്ന തരത്തിലാണ് പലപ്പോഴും ദൈവത്തോട് ഇടപെടുന്നത്. ആരാധനയിൽ ഒരു ശരീരഭാഷ കൂടെയുണ്ട്. കേവലം അധരം കൊണ്ട് നമ്മൾ പറയുന്ന സ്തോത്രം, സ്തുതികൾ എന്നുള്ള പദത്തെക്കാൾ നമ്മുടെ ശാരീരികമായ അവസ്ഥയിൽ കൂടെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പഴയ കാലഘട്ടങ്ങളിൽ പിതാക്കന്മാർ ദൈവത്തെ ആരാധിക്കാൻ വന്നാൽ ആദിയോടന്തം മുഴങ്കാലിലിരുന്ന് ദൈവത്തെ സ്തുതിക്കണം എന്ന് പഠിപ്പിച്ചത്. ഞങ്ങളൊക്കെ അങ്ങനെ പഠിക്കപ്പെട്ടവരും ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ ഞങ്ങളെ അങ്ങനെ നിർബന്ധിച്ചവരുമാണ്. ചെറുതായിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ആരാധനാലയത്തിൽ ചെന്നാൽ ആദിയോടന്തം മുഴങ്കാലിൽ ഇരുന്നു വേണം ദൈവത്തെ ആരാധിക്കുവാൻ എന്ന് ശഠിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു. കസേരയിൽ ഇരുന്ന് ആരാധിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ പെന്തിക്കോസ്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തറയിലിരുന്ന് പായിട്ട് ആരാധനാലയത്തിൽ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴങ്കാലിൽ ഇരുന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഞങ്ങൾ കുഞ്ഞുങ്ങൾ കാലൊന്ന് ഇളക്കിയിടുകയോ മുൻപോട്ട് നീക്കിയിടുകയോ ചെയ്താൽ അന്ന് ദൈവദാസന്മാർ ഞങ്ങളെ ശിക്ഷിക്കുമായിരുന്നു, അന്ന് അടിക്കുമായിരുന്നു, കാലിൽ തട്ടുമായിരുന്നു, മടക്കിയിടാൻ പറയും. അതിന് പ്രത്യേകമായ ഒരു ശാസ്ത്രീയ ചിന്തയുണ്ട്. പഴയ കാലഘട്ടങ്ങളിൽ രാജാവിനെ മുഖം കാണിക്കാൻ ഒരാൾ രാജകൊട്ടാരത്തിൽ ചെന്നു എന്ന് വിചാരിക്കുക. തന്റെ സങ്കടം ഉണർത്തിക്കുവാൻ രാജകൊട്ടാരത്തിൽ ചെല്ലുന്ന വ്യക്തിയെ സേവകന്മാർ രാജാവിന്റെ മുൻപിലേക്ക് കൊണ്ടുപോകും. അവിടെ ദർബാർ ഹാളിൽ രാജാവ് ഒരു സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ആ രാജാവിനോടൊപ്പം പീഠങ്ങളിലോ സിംഹാസനങ്ങളിലോ ഇരിക്കുവാൻ രാജപുങ്കവന്മാർക്കോ മന്ത്രിമാർക്കോ രാജപ്രമുഖർക്കോ മാത്രമേ അവസരമുള്ളൂ. ബാക്കി പൊതുജനം മുഴുവൻ ആ ദർബാർ ഹാളിൽ ചെന്നാൽ തറയിൽ ഇരിക്കണം, രാജാവിന്റെ പാദപീഠത്തോടെ ചേർന്ന് വേണം ഇരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കാലിന്റെ വെള്ള, നമ്മൾ സാധാരണ നടക്കാൻ ഉപയോഗിക്കുന്നതല്ലേ, ചെളികളൊക്കെ ചവിട്ടി നാം നടക്കാൻ ഉപയോഗിക്കുന്ന കാലിന്റെ വെള്ള രാജാവിന് അഭിമുഖമായി വരാൻ പാടില്ല. ഇത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രാജാവിന്റെ മുഖത്തിന് അഭിമുഖമായി നമ്മുടെ കാലിന്റെ വെള്ള നീട്ടിയിരുന്നാൽ പുറത്തേക്ക് പോകാൻ പിന്നെ നമ്മൾ ഉണ്ടാകില്ല. കാലല്ല പോകുന്നത്, നമ്മുടെ കഴുത്തു തന്നെ പോയെന്ന് വരും, തല തന്നെ പോയെന്ന് വരും. അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജപ്രമുഖരായ രാജാക്കന്മാരുടെ മുൻപിൽ ചെന്നാൽ ദർബാർ ഹാളിൽ പൊതുജനം മുഴങ്കാലിൽ ഇരുന്നു വേണം രാജാവിന് മുഖം കാണിക്കാൻ എന്നൊരു പ്രമാണം അന്നുണ്ടായിരുന്നു. ആ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിന്റെ ബാക്കിപത്രമായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. അതുകൊണ്ടായിരുന്നു അവർ മുഴങ്കാലിൽ ഇരുന്നു വേണം ദൈവത്തെ ആരാധിക്കുവാൻ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് ഒരു ശരീരഭാഷയുമുണ്ട്. കേവലം നാം ഉണ്ടാക്കുന്ന ധരാഭ്യാസം കൊണ്ട് അവസാനിക്കുന്നില്ലേ ആരാധന എന്ന് പറയുന്നത്. സ്തോത്രം 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 എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നാണ് ഇരിക്കുന്നത്. നമ്മുടെ ശരീരഭാഷയിൽ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അത്തരം ആരാധനകൾ ദൈവം വെറുക്കുക. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. എന്നാൽ കടിച്ചു കീറിപ്പോയതിനെയും മുടന്തും ദീനവുമുള്ളതിനെയും നിങ്ങൾ കൊണ്ടുവന്ന് അങ്ങനെ കാഴ്ചവെക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നോക്കണേ, പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തെ ബഹുമാനിക്കുന്നതിനും നന്ദി കാണിക്കുന്നതിനും പകരമായി നാം വന്ന് ദൈവത്തെ അപമാനിക്കുകയാണ് എന്നുള്ളത് എത്ര പേർ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന്
നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. വെറുതെ തീ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ദൈവത്തിന് ഹിതകരമല്ലാത്ത നിലയിൽ ഉണ്ടാക്കുന്ന ആഘോഷങ്ങളൊക്കെ ദൈവം വെറുക്കുന്നു. തന്മൂലം ദൈവം പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ആലയത്തിന്റെ വാതിൽ അടച്ചിട്, എനിക്ക് ഈ ആരാധന സ്വീകാര്യമല്ല, എനിക്കിത് വേണ്ട. ഓരോ നിമിഷം ദൈവമക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മാസമായി നമ്മുടെ ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. അതിന്റെ പിന്നിൽ ദൈവപ്രവൃത്തി ഇല്ലെന്നോ? തീർച്ചയായും ദൈവമറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അർത്ഥരഹിതമായ ആഘോഷപൂർണമായ ആവേശത്തിമിർപ്പുള്ള ഇത്തരം ആരാധനകൾ വെറുത്തിട്ടായിരിക്കാം ഒരുപക്ഷെ ദൈവം ആരാധനാലയങ്ങളുടെ വാതിലുകൾ അടച്ച് ആരും വരേണ്ട എന്ന് പറഞ്ഞ് ദൈവം എല്ലാവരെയും ഒഴിവാക്കിയത്. അതുകൊണ്ട് ഈ തരുണത്തിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ആരാധിക്കുന്ന ആരാധനകൾ അർത്ഥപൂർണമാണോ? നാം ദൈവത്തിന് കൊടുക്കുന്ന നന്ദി അതിനകത്ത് ആത്മാർത്ഥമായ നമ്മുടെ ഹൃദയം അടങ്ങുന്നുണ്ടോ, ആത്മാവ് അടങ്ങുന്നുണ്ടോ എന്നുള്ളത് നാം സ്വയം ചോദിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരഭാഷയിൽ കൂടെ ആ സ്തോത്രം നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പാട്ടിലാണെങ്കിലും സങ്കീർത്തനം വായനയിലാണെങ്കിലും പ്രബോധനങ്ങളിലാണെങ്കിലും പ്രസംഗങ്ങളിലാണെങ്കിലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി കൊടുക്കുന്ന ഒരു ശരീരഭാഷയും കൂടെ ആരാധനയിലുണ്ട്. ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭയെ അനുവർത്തിച്ച ആരാധനയുടെ ഏകദേശ രൂപം കൊലോസ്യ ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും പൗലോസ് നമുക്ക് തരുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലും കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലും ആവർത്തിച്ച് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനങ്ങളാലും ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ചും ദൈവത്തിന് പാടിയും കീർത്തനം ചെയ്തും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. ആരാധന എന്ന് പറയുന്നത് തന്നെ ഒരു സ്തോത്രമാണ്. ആരാധനയിൽ 2 ഘടകമാണുള്ളത്. ഒന്ന് പ്രൈസ്, ദൈവത്തിന്റെ നാമത്തെ കീർത്തിക്കുക. അത് സങ്കീർത്തനങ്ങളിലൂടെ ആകാം, ആരാധന ഗീതങ്ങളിലൂടെ ആകാം, നാം പറയുന്ന വാക്കുകളിലൂടെയാകാം. രണ്ടാമത്തേത് നന്ദി കാണിക്കുക, നന്ദി അർപ്പിക്കുക. സ്തോത്രം, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ ഇത് രണ്ടും ദൈവത്തിന് വലിയ പ്രധാനമായ കാര്യമാണ്. ഒന്ന് ദൈവത്തെ സ്തുതിക്കുക, 2 ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. സ്തോത്രം എന്നുള്ള പദത്തിന്റെ, നന്ദി എന്ന പദത്തിന്റെ നേരെ വിപരീത പദം പരാതി എന്നാണ്. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ നന്ദി പറയുന്നതിന് പകരം പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ദൈവത്തിന് മുമ്പിൽ പരാതി പറയുക, പിറുപിറുക്കുക, അസഹിഷ്ണുത കാട്ടുക, അസംതൃപ്തിയുള്ളവരായിരിക്കുക, ഇതൊക്കെയാണ് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതിന് പകരം നമ്മൾ പലരും ചെയ്യുന്നത്. പരാതി. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ചെയ്ത ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവരുടെ പിറുപിറുപ്പായിരുന്നു. മരുഭൂമിയിലുടനീളം അവർ ദൈവത്തോട് പിറുപിറുത്തു. ആ പദം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ murmuring എന്ന് പറഞ്ഞ ആ പദം, അതേ പദം അതുപോലെ തന്നെയാണ് മലയാളത്തിലും പിറുപിറുപ്പ്. ഇംഗ്ലീഷ് ഭാഷയിൽ, സാഹിത്യത്തിൽ അതൊരു പ്രത്യേക അലങ്കാരമാണോ? അനോമാറ്റോപോയിക്. ആ പറയുന്ന വാക്കു പോലെ തന്നെ പ്രതിഫലിക്കുന്ന ഒരു ശബ്ദം അതിനുണ്ടാകും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ന് പറയുന്ന ആ ശബ്ദം തന്നെ നമ്മൾ ആവർത്തിച്ചുണ്ടാക്കുന്നത് കൊണ്ടാണത്. വ്യക്തമായി ഒന്നും പറയുന്നില്ല. നമ്മൾ ചോദിക്കുന്നത് എന്താ നീ പറയുന്നത്, അത് പറ. അത് പറയാനില്ല. വ്യക്തമായി ചോദിച്ചാൽ വ്യക്തമായ മറുപടിയില്ല. എന്നാൽ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, അസംതൃപ്തി കാണിക്കുക. മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് മന്ന കൊടുത്തു. അതും പിറുപിറുപ്പിന്റെ ഫലമായിട്ടാണ് മന്ന കൊടുത്തത്. അത് അവർ തിന്നിട്ടും ദൈവത്തോട് പിറുപിറുത്തു. ഈ നിസ്സാരമായ മന്നയല്ലാതെ ഈ മരുഭൂമിയിൽ എന്താ ഉള്ളത്? ദൈവം അത് കേട്ട് അവർക്ക് വേണ്ടി ഏറ്റവും മേൽത്തരമായ കാടപ്പക്ഷികളെ വരുത്തി കൊടുത്തു. പക്ഷേ ആ കാടപ്പക്ഷി അതിൻ്റെ മാംസം അവരുടെ പല്ലിനിടയിൽ ഇരുന്നപ്പോൾ തന്നെ അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു എന്ന് നമ്മൾ വായിക്കുന്നില്ലേ? അവർക്ക് ദാഹിച്ചു.
അവർക്ക് കുടിക്കാൻ ദൈവം മരുഭൂമിയിൽ വെള്ളം കൊടുത്തു. അപ്പോഴും അവർ പിറുപിറുക്കുകയാണ് ചെയ്തത്. മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചിട്ടും അവർ അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചിട്ടും അവർ പിറുപിറുത്തു. പിറുപിറുപ്പ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തിന്റെ കരങ്ങളെ ബന്ധിച്ചു കളയുന്ന ഒരു പാപമാണ്. താങ്ക്സ് അഥവാ നന്ദി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അതൊരു അപ്ലൗസാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പദമുണ്ട്, അപ്ലൗസ്. കരങ്ങളടിക്കുക. നാം പലപ്പോഴും കരങ്ങളടിച്ച് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരു അത്ലറ്റ് ഓടാൻ വേണ്ടി ഓട്ടക്കളത്തിൽ വന്നു നിൽക്കുമ്പോൾ അവന്റെ സ്നേഹിതരും ബന്ധുക്കളുമായ ആളുകൾ ഗാലറിയിൽ ഇരിക്കും. ഓടാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ ബന്ധുവായ ആളിന്റെ പേര് വിളിച്ച് അപ്പ് 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 എന്ന് പറഞ്ഞ് അവർ ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുമ്പോൾ ഓടുന്ന വ്യക്തിക്ക് അതൊരു പ്രോത്സാഹനമാണ്. വളരെ ശക്തിയോടെ ആവേശത്തോടെ ആദ്യം ഓടിയെത്താൻ അവൻ കിണഞ്ഞു ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് നന്ദി, സ്തോത്രം എന്ന് പറഞ്ഞ പദം. സ്തോത്രം എന്ന് നാം ദൈവത്തോട് പറയുമ്പോൾ അഥവാ നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി നാം കർത്താവിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് കുറെ കൂടെ ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ ഒരു പ്രോത്സാഹനമാണ്. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നന്ദിയില്ലാത്ത വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ ദൈവത്തിന് കഴിയുകയില്ല. പിറുപിറുക്കുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ ദൈവത്തിന് കഴിയുന്നില്ല. അതിന് ഏറ്റവും നല്ലൊരു ചിത്രം 78-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്. 78-ാമത്തെ സങ്കീർത്തനം ചരിത്രപരമായൊരു സങ്കീർത്തനമാണ്. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി വാസത്തെക്കുറിച്ചും മരുഭൂമി യാത്രയെക്കുറിച്ചും വിവരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അവിടെ ഇസ്രായേൽ ജനം കാണിച്ച പിറുപിറുപ്പ്, പരാതി, അസംതൃപ്തി, അസഹിഷ്ണുത ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് 78-ാം സങ്കീർത്തനത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു. They tempted and turned back again and again. അവർ ദൈവത്തെ പരീക്ഷിച്ചു, പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു. അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വാക്കാണ് ഇംഗ്ലീഷിലൂടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ശിക്ഷയുടെ കരം നീട്ടേണ്ടതിനുള്ള പ്രലോഭനമായിട്ടാണ് പലപ്പോഴും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെട്ടു വന്നത്. എന്നിട്ട് പറയുകയാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ദൈവം മുഷിയുകയാണ്. നമ്മുടെ പരാതികളും പിറുപിറുപ്പും നമ്മുടെ അസംതൃപ്തിയും നമ്മുടെ അസഹിഷ്ണുതയും ഒക്കെ ദൈവത്തിന് നമ്മോട് ഒരു വെറുപ്പാണ് ഉണ്ടാകുന്നത്, മുഷിപ്പാണ് ഉണ്ടാകുന്നത്, മുഷിവാണ് ഉണ്ടാകുന്നത്. ഈ വാക്യം ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇസ്രായേലിന്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് they limited the holy one of Israel. They limited. മുഷിപ്പിച്ചു എന്നുള്ളതിനേക്കാൾ പരിമിതപ്പെടുത്തി എന്ന് തർജ്ജമ ചെയ്യുന്നതായിരിക്കും ഉചിതം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളെ പരിമിതപ്പെടുത്തി കളഞ്ഞു. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയാതെ വണ്ണം, ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കാതിരിക്കവണ്ണം ദൈവത്തിന്റെ കരങ്ങളെ ബന്ധിച്ചു കളയുന്ന, പരിമിതപ്പെടുത്തുന്ന ഒരു ശക്തി പരാതിക്കകത്തുണ്ട്. തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് വരെ ലോകം കാണാത്ത അത്ഭുത വഴികളിലൂടെ തന്റെ ജനത്തെ നടത്താൻ വേണ്ടിയാണ് അവരെ മരുഭൂമിയിൽ നിന്നും അവരെ മിസ്രയീമിൽ നിന്നും ദൈവം വിളിച്ചിറക്കിയത്. 81-ാമത്തെ സങ്കീർത്തനത്തിൽ അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്, അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. 81:13. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇസ്രായേലിന്റെ ശത്രു മോവാബ്യരോ അമ്മോന്യരോ ഫെലിസ്ത്യരോ ഇസ്രായേലിന്റെ ശത്രുക്കളായി എഴുന്നേറ്റ കനാന്യരോ അവരെ വേഗത്തിൽ ഞാൻ കീഴടക്കുമായിരുന്നു. കീഴടക്കിയോ? ഇല്ല. അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. തിരിച്ചോ? ഇല്ല. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വൻമേൽത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു.
ദൈവത്തിന്റെ പദ്ധതി ഇസ്രായേൽ ജനത്തിന് മേൽത്തരമായ കോതമ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ അവിടെ വിതരണം ചെയ്യണമെന്നായിരുന്നു. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? റിഫൈൻഡ് വീറ്റ്, ശുദ്ധീകരിച്ചെടുത്ത കോതമ്പ്. ഭൂമി കളഞ്ഞ് അതിന്റെ പ്രോട്ടീൻസ് മാത്രം വേർതിരിച്ച് ഏറ്റവും ശ്രേഷ്ഠമായൊരു ഭോജ്യമാണ് ദൈവം മരുഭൂമിയിൽ ഇസ്രായേലിന് വേണ്ടി ഒരുക്കിയിരുന്നത്. ഞാൻ പാറയിൽ നിന്നും തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പാറയിലെ തേൻ മരുഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും മേൽത്തരമായ ഭക്ഷണമാണ്. പാറയിലെ തേൻ, പാറയ്ക്കുള്ളിൽ തേനീച്ചകൾ വെക്കുന്ന തേൻ അടകൾ, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. സാധാരണഗതിയിൽ ആ കാലഘട്ടങ്ങളിൽ പൂർവദേശങ്ങളിൽ അത് മരുന്നിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇസ്രായേൽ ജനത്തെ പോഷിപ്പിക്കുമായിരുന്നു എന്ന് ദൈവം ആഗ്രഹിക്കുക. പക്ഷേ കഴിഞ്ഞില്ല. കാരണം ജനം പാപം ചെയ്തു. ദൈവത്തിന്റെ പ്രവൃത്തികളെ അവർ പരിമിതപ്പെടുത്തി കഴിഞ്ഞു. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം, ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടാതെ വണ്ണം, നമ്മുടെ പരാതികളും നമ്മുടെ മുഷിവും ദൈവത്തിനെതിരെ കാട്ടുന്ന അസംതൃപ്തിയും ദൈവസന്നിധിയിൽ നമ്മൾ കാണിക്കുന്ന അസഹിഷ്ണുതയും ദൈവത്തെ പരിമിതപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ കൈകൾക്ക് നാം തന്നെയാണ് വിലങ്ങിടുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ചോദിക്കാറില്ലേ, കർത്താവേ, എന്തുകൊണ്ട് ചില നന്മകൾ എനിക്ക് മുടക്കി? എന്തുകൊണ്ട് എൻ്റെ മുൻപിൽ മാത്രം ചില വഴികൾ അടഞ്ഞുപോയി? എന്തുകൊണ്ട് എനിക്ക് മാത്രം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല? വാത്സല്യ ദൈവമേ, അത് ദൈവം നിനക്ക് നിഷേധിച്ചതല്ല. നീ തന്നെ നിന്റെ നന്ദിയില്ലാത്ത ജീവിതം, നിന്റെ കടപ്പാടില്ലാത്തതും താഴ്മയും വിനയുമില്ലാത്ത ജീവിതം കൊണ്ട് ദൈവത്തിന്റെ കരങ്ങളെ നീ തന്നെ പരിമിതപ്പെടുത്തിയതാണ്. നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധിയിൽ നാം പലപ്പോഴും വന്നിരുന്നെങ്കിലും, നാം പാട്ടുപാടിയിരുന്നെങ്കിലും, സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചിരുന്നെങ്കിലും, യഥാർത്ഥത്തിൽ ആരാധനയുടെ ആത്മാവ് അതിനകത്തുണ്ടായിരുന്നോ? നമ്മുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ നന്ദിയായിരുന്നോ? സ്നേഹമായിരുന്നോ? പലപ്പോഴും നമ്മൾ ദൈവത്തോട് മറുതലിക്കുകയായിരുന്നു. ഇത് നമ്മൾ അറിയാതെ പോകരുത്. ഈ വീട്ടിലടയ്ക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ ഒരു സമയമായിട്ട് ഇതിനെ വേർതിരിക്കണം. എന്തുകൊണ്ട് എൻ്റെ നന്മ അടഞ്ഞുപോയി? നാം സ്വയം ചോദിക്കണം. ഈ വചനത്തിന് മുൻപാകെ, കർത്താവേ, ഞാൻ ദൈവത്തെ മുഷിപ്പിച്ചോ? ദൈവത്തെ പരിമിതപ്പെടുത്തിയോ? എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ ആരാധനകൾ, എൻ്റെ സ്തുതിസ്തോത്രങ്ങൾ, അത് നിമിത്തം ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതിന് പകരം, വിശാലതയിലേക്ക് വരുന്നതിന് പകരം ഞാൻ ഞെരുക്കങ്ങളിലേക്കാണോ കടന്നുപോയത്? നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കേണ്ടതിന് പകരം ശിക്ഷകളും വേദനകളുമാണോ എൻ്റെ ജീവിതത്തിൽ വന്നത്? നാം സ്വയം ശോധന ചെയ്ത ദൈവത്തോട് ഏറ്റു പറയാനുള്ളൊരു അവസരം കൂടി ആയിരിക്കണം ഈ കോവിഡ് കാലം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നവിടെ പറഞ്ഞിരിക്കുന്ന അപ്പം എല്ലാ സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ സ്തോത്രം എന്ന് പറയുന്ന ഒരു യാഗമാണ്. സമാധാന യാഗത്തോടു കൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട പ്രത്യേക ഒരു യാഗമാണ് സ്തോത്രയാഗം എന്ന് പറയുന്നത്. അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടതിനും അർപ്പിക്കേണ്ടതിനും വ്യക്തമായ പ്രമാണങ്ങളും നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്ന സ്തോത്രയാഗം എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കണം, നാം കൊണ്ടിരുന്ന വസ്തു എത്ര പൂർണ്ണതയുള്ളതായിരിക്കണം എന്നൊക്കെ ദൈവജനത്തിൽ വ്യക്തമായ പ്രമാണമുണ്ട്. പലപ്പോഴും നാം മുമ്പേ വായിച്ച് കേട്ടതുപോലെ മലിനമായ ഭോജനങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഊനമുള്ള യാഗമാണ് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്. അത് നമുക്ക് തന്നെ പലപ്പോഴും ദോഷമായി സംഭവിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ അർപ്പിക്കുന്ന സ്തുതി സ്തോത്രങ്ങൾ അത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി. ഒരിക്കലും ഒരു ഭക്തൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു സ്തോത്രമേ പറയാൻ പ്രാഗൽഭ്യമുള്ളൂ എങ്കിൽ ആ സ്തോത്രം അതിൻ്റെതായ പൂർണ്ണതയിലും നിറവിലും ദൈവത്തിന് അർപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. രണ്ടാമത് കൃത്രിമമായി ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സ്തോത്രം, അർത്ഥമില്ലാത്ത, നിറവില്ലാത്ത, പൂർണ്ണതയില്ലാത്തൊരു സ്തോത്രം ഞാൻ ദൈവത്തിന് അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു ഭക്തൻ എന്നോട് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അതാണ് വേണ്ടത് എന്ന് എനിക്കും തോന്നി. നാം ദൈവത്തിന് കൊടുക്കുന്ന ആരാധന എത്രത്തോളം പൂർണ്ണതയുള്ളതായിരിക്കണമെന്നും എത്രത്തോളം നിറവുള്ളതായിരിക്കണമെന്നും
ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ തന്നെ വസ്തുവകകളുമായി കാലക്കിടാങ്ങളുമായി ദൈവസന്നിധിയിൽ ചെല്ലുന്ന ആളുകൾ ഊനമുള്ളത് ദൈവത്തിന് അർപ്പിച്ച ദൈവത്തെ കോപിപ്പിക്കുമ്പോൾ ദൈവം തന്നെ ആഗ്രഹിക്കുന്നു, ഇത്തരം ആരാധനകളല്ല എനിക്ക് വേണ്ടത്. ദൈവത്തിന് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് ഹൃദയം നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങളാണ്. 69-ാമത്തെ സങ്കീർത്തനത്തിന്റെ 30-31 വാക്യങ്ങൾ അത് ദൈവം വ്യക്തമായി ജനത്തോട് പറയുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ യാഗമൃഗങ്ങളെക്കാൾ, ദൈവത്തിന് അർപ്പിക്കുന്ന ആട്ടുകൊറ്റന്മാരെക്കാൾ, കാളക്കിടാങ്ങളെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ നന്ദിയാണ്. 69-ാം സങ്കീർത്തനത്തിൽ 30-31 വാക്യങ്ങൾ: ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയെക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും പ്രസാദകരമാണ്. മനുഷ്യൻ അർപ്പിക്കുന്ന യാഗമൃഗങ്ങൾ ദൈവം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അവന്റെ നന്ദിയുള്ള ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 50-ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട്, നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല, നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. ജനം ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ തികവിനേക്കാൾ, പൂർണ്ണതയേക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് ആരാധകന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സ്തുതിസ്തോത്രങ്ങളാണ്. അതുകൊണ്ട് നിന്റെ ഹനനയാഗങ്ങളോ ഹോമയാഗങ്ങളോ അല്ല എനിക്ക് ആഗ്രഹം. എന്നിട്ട് ദൈവം ചോദിക്കണം, ഞാൻ നിന്റെ വീട്ടിൽ നിന്നും കാളയെയും കഴുതയെയും ഞാൻ എടുക്കുമോ? ഒരു കാളയാണോ എനിക്ക് പ്രധാനം? നീ ഒരു കാളയെ കൊണ്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് എന്തൊക്കെയോ ചെയ്തു എന്ന് ദുരഭിമാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ്, അയ്യോ, നീ വിചാരിച്ചോ നിന്റെ കാളയാണ് എനിക്ക് പ്രധാനം? ഈ കാട്ടിലെയും പർവ്വതങ്ങളിലെയും 1000 മൃഗങ്ങൾ അത് എനിക്കുള്ളതാണ്. പർവ്വതങ്ങളിലെ 10,000 പക്ഷികൾ അത് എനിക്കുള്ളതാണ്. എനിക്ക് വിശന്നാൽ എനിക്ക് നിന്നോട് പറയേണ്ടതുണ്ടോ? ഞാൻ കോലാട്ടുകൊറ്റന്റെ മാംസം തിന്നുമോ? അവയുടെ രക്തം കുടിക്കുമോ എന്ന് ചോദിച്ചിട്ട് 14-ാമത്തെ വാക്യമാണ് പ്രധാനം. 14-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുക, അതല്ല വിഷയം. നീ അർപ്പിക്കുന്ന കാളകളുടെ തികവിനേക്കാൾ, കോലാട്ടുകൊറ്റന്മാരുടെ നിറവിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രമാണ്. 14-ാം വാക്യം, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് നാം അർപ്പിക്കുന്ന നന്ദിയുള്ള ഒരു ഹൃദയമാണ്. കാളകളെയോ കഴുതകളെയോ നാം ദൈവത്തിന് അർപ്പിക്കുന്നു നമ്മുടെ വസ്തുവകകൾ കൊണ്ടോ പണം കൊണ്ടോ ദശാംശം കൊണ്ടോ അല്ല നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അത് ദൈവം സ്വീകരിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് അതിനേക്കാൾ ഉപരി അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഹൃദയത്തിൻ്റെ നിറവാണ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം? അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. എല്ലാ സാഹചര്യത്തിലും നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എപ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നതിനേക്കാൾ, ഓശാന ബൈബിൾ നിങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ സാഹചര്യത്തിലും ഗിവ് താങ്ക്സ് ഇൻ എവറി സർക്കംസ്റ്റാൻസസ്. ന്യൂ ഇന്റർനാഷണൽ വേർഷനിൽ ആ തർജ്ജമയാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് എല്ലാ സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുവീൻ. കഴിയുമോ? നമ്മുടെ സന്തോഷത്തിന്റെ വേളകളിൽ ദൈവം നമുക്ക് നന്മ തരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു ചലനവും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുമ്പോൾ, എല്ലാ നന്മകളും നമുക്ക് നിഷേധിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾക്ക് യാതൊരു പരിഹാരവും ഇല്ലെന്ന് നമ്മൾ കാണുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവം ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. ഒരു നന്മ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ട് അതിന് നന്ദി പറയുവാൻ ഏതൊരു ലോക മനുഷ്യനും കഴിയും. ഒരു ഉപകാരം ചെയ്തു കഴിയുമ്പോൾ ആ മനുഷ്യൻ ഒരു നന്ദി പറയുവാൻ, നാം മുമ്പേ പറഞ്ഞതുപോലെ താങ്ക്സ് എന്ന് പറയാൻ ഏത് മനുഷ്യനും കഴിയും. എന്നാൽ ദൈവം ദൈവമക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞിട്ടല്ല,
നമുക്ക് ലഭിച്ചു കഴിയുന്നതിന് മുൻപേ, നമ്മുടെ പ്രശ്നത്തിനൊന്നും പരിഹാരമില്ലാതിരിക്കുമ്പോൾ തന്നെ, വിഷയങ്ങൾക്ക് ചലനമില്ലെന്ന് തോന്നുമ്പോൾ തന്നെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കഴിയുമോ? അതാണ് യഥാർത്ഥ ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, അതെങ്ങനെ കഴിയും? അതൊരു കൃത്രിമത്വമല്ലേ? ഒരിക്കലുമല്ല. കാരണം നമുക്കറിയാം, നമുക്കൊരു ഉപകാരം ചെയ്തില്ലെങ്കിലും, നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിലും, നമ്മുടെ രോഗം മാറിയില്ലെങ്കിലും, കടബാധ്യത തീർന്നില്ലെങ്കിലും, നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് നല്ലത് ചെയ്യും. താമസിച്ചാലും പ്രതിക്രിയ നടത്തി വിടുവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത്. അതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ സ്തോത്രം ചെയ്തത് ഒരല്പം ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് തോന്നിയേക്കാം. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തോട് നന്ദി കാണിക്കുവാൻ ഒരല്പം ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ തോന്നിയേക്കാം, അല്പം പ്രയാസങ്ങൾ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഒരു ഭക്തരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നാം വായിച്ച 50-ാം സങ്കീർത്തനത്തിലെ അവസാന വാക്യം വളരെ രസകരമായി ഈ ചിന്ത നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട്. 50-ാം സങ്കീർത്തനത്തിലെ 23-ാമത്തെ വാക്യം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അത് കുറെ കൂടെ രസകരമായ അർത്ഥപൂർണമായ ഒരു തർജ്ജമ ഓശാന ബൈബിളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നല്ല, കൃതജ്ഞത യാഗമായി കൊണ്ടുവരുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. അവൻ സ്വന്തം വഴി ക്രമപ്പെടുത്തുകയും ഞാൻ ദൈവത്തിന്റെ രക്ഷ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. എല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ട് ഒരു നന്ദി പറയുവാൻ, ഒരു സ്തോത്രം ചെയ്യാൻ ആർക്കും കഴിയും? അത് സാധാരണ ശരാശരി ഒരു ലോക മനുഷ്യനും കഴിയും. നാം ഒരു ഉപകാരം ചെയ്തു കഴിയുമ്പോൾ ഒരു സ്തോത്രം പറയുക. എന്നാൽ ഒരു ദൈവവേദന അങ്ങനല്ല ചെയ്യേണ്ടത്. സ്തോത്രം യാഗമായിട്ട് അർപ്പിക്കാൻ കഴിയണം. യാഗം എന്ന പദത്തിന് മരണം എന്നൊരർത്ഥമുണ്ട്. ഒരേ നിയമത്തിൽ ഹോമയാഗവും ഹനനയാഗവും എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഹോമം എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്ന ബാറ്റ് ഓഫറിംഗ്, ഹോമയാഗം. ഹനനം എന്ന പദത്തിന്റെ അർത്ഥം കൊല്ലുക എന്നുള്ളതാണ്. ഹനനയാഗം കൊല്ലുന്ന യാഗമാണ്. നിങ്ങൾക്കറിയുമോ, ഒരു യാഗം അർപ്പിക്കുന്ന വ്യക്തി അവന്റെ സന്തോഷത്തിലോ ആഹ്ലാദ തിമിർപ്പിലോ അല്ല അവൻ യാഗത്തിന് അർപ്പിക്കുവാൻ മൃഗങ്ങളുമായി ദൈവസന്നിധിയിൽ എത്തുന്നത്. അവൻ ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ട മൃഗത്തെ 1 വർഷമായി അവൻ ഭവനത്തിൽ അടച്ചിട്ട് അതിനെ വളർത്തണം. ഒടിവ്, ചതവ്, പൂങ്കണ്ണ്, ചൊറി, ചിരങ്ങ്, ദീനം ഇതൊന്നുമില്ലാതെ തടിപ്പിച്ച മൃഗമായി, ഫാറ്റൻഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞ കൊഴുപ്പ് കൊണ്ട് നല്ല തടിക്കൊഴുപ്പുള്ള മൃഗമായിട്ട് വേണം അതിനെ കൊണ്ടർപ്പിക്കുക. ഈ 1 വർഷം ആ മൃഗത്തെ കൂട്ടിലിട്ട് അടച്ച് അതിന് തീറ്റിയും കുടിയും കൊടുത്ത് വളർത്തിയെടുക്കുമ്പോൾ ആ വളർത്തിയെടുക്കുന്ന യഹൂദന് ആ മൃഗത്തോട് പ്രത്യേക ഒരു സ്നേഹവും ഒരു കരുതലും ഉണ്ടാകും. അതിനെ യാഗത്തിന് അർപ്പിക്കുമ്പോൾ അവന്റെ ഹൃദയം മുറിച്ചെടുക്കുന്ന വേദനയാണ് അവന്. അവൻ അതിനെ കൊണ്ടർപ്പിക്കുമ്പോൾ അതിനെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള അറിവ് ഒരുപക്ഷെ അവന്റെ ഹൃദയത്തെ ദ്രവിപ്പിച്ചേക്കാം. ആ മൃഗത്തിനും അത് സന്തോഷകരമല്ല. ആ മൃഗം ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവാലയത്തിന്റെ പുറത്ത്, സമാഗമന കൂടാരത്തിന്റെ പുറത്ത് യാഗപീഠമാണ്. ആ യാഗപീഠത്തിലേക്കുള്ള മൃഗങ്ങളെ യഹൂദന്മാർ കൊണ്ടുവരുമ്പോൾ അവിടെ 100 കണക്കിന് യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാഗമൃഗത്തെ കയറിട്ട് യാഗപീഠത്തിങ്കിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ ആ മൃഗത്തിന് അത് സന്തോഷകരമല്ല. ദൈവാലയത്തിന്റെ പുറത്ത് പ്രാകാരത്തിൽ 100 കണക്കിന് മൃഗങ്ങളെ കൊല്ലുകയാണ്. അവയുടെ കുരലിറക്കുമ്പോൾ ചീറ്റിത്തെറിക്കുന്ന ചുടുചോര അവിടെ കൈവടിയിട്ടൊഴുകുകയാണ്. കഴുത്ത് മുറിക്കുന്ന ആടുകളുടെ മുക്രാനാദം, ആർത്തനാദം അത് കേൾക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് അവയുടെ തൊലി പൊളിക്കുന്നു, മറ്റൊരിടത്ത് അങ്ങനെ മാംസം കണ്ടമാക്കുന്നു. ഇത് കാണുന്ന ഒരു യാഗമൃഗത്തിന് സന്തോഷത്തോടെ, സാന്നിധ്യത്തോടെ
യാഗപീഠത്തിന്റെ അടുക്കിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് 118 സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. യാഗത്തിനായി കൊണ്ടുവരുന്ന മൃഗത്തെ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ കെട്ടിയിടണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ അത് കുതറിയോടാൻ സാധ്യതയുണ്ട്. ഓരോ യാഗമൃഗത്തിനും തങ്ങൾ യാഗത്തിന് അർപ്പിക്കപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമാണ്. കാരണം ഉത്തരക്ഷണം അതിൻ്റെ കഴുത്തറക്കുകയാണ് ചെയ്യുന്നത്. അത് വേദനാജനകമാണ്. ഇതുപോലെ തന്നെയാണ് സ്തോത്രയാഗം. നാം ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രം ഒരുപക്ഷെ ആഹ്ലാദാരവങ്ങളിൽ നിന്നോ നമ്മുടെ സന്തോഷത്തിൽ നിന്നോ ബഹളത്തിൽ നിന്നോ ആർപ്പുവിളിയിൽ നിന്നോ ഉയരുന്നതായിരിക്കില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ ദീർഘനാളുകളായി നാം വേദനിക്കുന്ന വേദനകൾക്ക്, നാം കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലാതെ നാം മാനസികമായി ഭാരപ്പെടുമ്പോഴായിരിക്കും നാം ദൈവത്തിനായി സ്തോത്രം അർപ്പിക്കേണ്ടി വരിക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ അത് അവൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, ഹൃദയം മുറിഞ്ഞൊഴുകുന്ന, നിണമണിഞ്ഞതാണ് ആ സ്തോത്രം എന്ന് പറയുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കുമ്പോൾ തന്നെ, വിഷയങ്ങൾക്ക് വിടുതലില്ലാതിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങുക. അങ്ങനെ ചെയ്താൽ അവൻ സ്വന്തം വഴി ക്രമപ്പെടുത്തുകയും ഞാൻ ദൈവത്തിന്റെ രക്ഷ കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ് ദാവീദ് എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവസന്നിധിയിലുള്ള സ്തോത്ര സ്തുതികൾ ഒരാർപ്പുവിളിയുടെ ബഹളത്തെക്കാൾ, ആഘോഷത്തെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നും വേദനയോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്തോത്രങ്ങളാണ്. ഇന്നത്തെ ആരാധനകൾ ഒരുതരം ആഘോഷമായി അധപ്പതിച്ചു പോയിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ആവേശത്തിമർപ്പുള്ള മുദ്രാവാക്യം വിളി പോലെയാണ് ഇന്നത്തെ നമ്മുടെ ആരാധനകൾ. നന്ദിയുള്ള ഹൃദയത്തിൻ്റെയും അതേ ദൈവത്തോടുള്ള ബഹുമാനത്തിൻ്റെയും അഭാവമാണ് അവിടെയൊക്കെ നമ്മൾ കാണുന്നത്. ആരാധന ലീഡ് ചെയ്യുന്നവർ പോലും ഉളവാക്കിയെടുക്കുന്നത് ഒരുതരം ആവേശമാണ്. ഇന്നത്തെ ആരാധനയുടെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് ആവേശമാണ്. യഥാർത്ഥത്തിൽ അതല്ല വേണ്ടത്. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ, ഹൃദയത്തിന്റെ വേദനയോടെ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യാഗം ആയിട്ട് നമ്മുടെ സ്തോത്രത്തെ അർപ്പിക്കുവാനായിട്ട് കഴിയുക. പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുക. നിങ്ങൾ തിരുവചനം ശ്രദ്ധിച്ചാൽ ഭക്തന്മാരായ ദൈവജനങ്ങൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടായി കഴിഞ്ഞല്ല അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത്. പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി കിട്ടി സന്തോഷമായി കഴിഞ്ഞിട്ടല്ല അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തത്. പ്രശ്നമായിരിക്കുമ്പോൾ തന്നെ, വിഷയത്തിന് വിടുതൽ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ, അവയെല്ലാം വേദനാജനകമായി അവനെ മഥിക്കുമ്പോൾ തന്നെയാണ് അനേക ദൈവമക്കൾ, അനേക ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുന്നത്. ഈ സ്തോത്രമാണ് വിഷയങ്ങൾക്ക് പരിഹാരമൊരുക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു ദൈവഭക്തൻ സ്തോത്രത്തെ പരിശുദ്ധമായ ഒരു ചികിത്സാവിധി എന്ന് വിളിച്ചിട്ടുണ്ട്. എ ഹോളി തെറാപ്പി. സ്തോത്രം പറയുക, സ്തോത്രം ചെയ്യുക, നന്ദിയുള്ളവരായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായ ചികിത്സാവിധിയാണെന്നാണ് ദൈവദാസൻ പറഞ്ഞത്. കാരണം പ്രശ്നത്തിന് പരിഹാരമില്ലാതെ ഇരിക്കുമ്പോൾ നാം സ്തോത്രം ചെയ്തു തുടങ്ങുക. അങ്ങനെ സ്തോത്രം ചെയ്തു തുടങ്ങുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ചെയ്യും. സ്തോത്രം സ്ഥിതികൾക്ക് ഭേദം വരുത്തുന്നു. സ്തോത്രം വിഷയങ്ങൾക്ക് പരിഹാരമൊരുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിനും പരിഹാരം കിട്ടിയില്ലെങ്കിൽ ദൈവവേദനയെ സ്തോത്രം ചെയ്തു തുടങ്ങിക്കൂ. നിന്റെ സ്തോത്രത്തിന്, നീ അർപ്പിക്കുന്ന നന്ദിക്ക് നിന്റെ വിഷയങ്ങളെ മാറ്റിമറിക്കുവാനുള്ള ശക്തിയുണ്ട്. ഇതിന് ഏറ്റവും നല്ല 2 ഉദാഹരണങ്ങൾ കൂടെ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നത്തെ ഈ സന്ദേശം അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. പുതിയ നിയമത്തിൽ തന്നെ വളരെ പ്രമുഖമായ 2 സംഭവങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവ രണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. 5000 പേർ എന്നവിടെ പറയുമ്പോൾ എഴുതിയിട്ടുണ്ട് 5000 പുരുഷന്മാരായിരുന്നു. യഹൂദന്മാരുടെ ശൈലി അങ്ങനെയാണ്.
അവർ എപ്പോൾ കണക്കെടുത്താലും പുരുഷന്മാരുടെ കണക്കുകൾ മാത്രമേ എടുക്കാറുള്ളൂ. അതിൽ പ്രത്യേകിച്ചും 20-ാമത്തെ വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലയളവിലുള്ള ആളുകളെ മാത്രമേ അരോഗ ദൃഢഗാത്രന്മാരും യുദ്ധസന്നദ്ധരുമായ ആളുകളുടെ കണക്ക് മാത്രമേ അവർ എടുക്കാറുള്ളൂ. അങ്ങനെ നോക്കിയാൽ 20 വയസ്സിന് താഴേക്കുള്ളവർ, 50 വയസ്സിന് മുകളിലേക്കുള്ളവർ, അനാരോഗ്യമുള്ളവർ, സ്ത്രീകൾ, ഇവരുടെ ഒന്നും കണക്ക് അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഏതാണ്ട് 20,000-ഓളം ആളുകൾ അന്ന് രാത്രിയിൽ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ 20,000-ൽ അധികം വരുന്ന ആളുകൾ വിശന്ന് ദാഹിച്ച് ആ മരുഭൂമിയുടെ നടുവിൽ ഇരിക്കുമ്പോൾ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ കർത്താവിന് അവരോട് മനസ്സലിവ് തോന്നി. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുകയും. അക്ഷരാർത്ഥത്തിൽ തന്നെ ശിഷ്യന്മാർ അമ്പരന്ന് പോയി. കാരണം 20,000-ൽ വരുന്ന ജനതയ്ക്ക് മുഴുവൻ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ 200 വെള്ളിക്കാശിന് ഭക്ഷണം വാങ്ങിച്ചാൽ പോലും തികയുകയില്ല. മാത്രമല്ല അത് മരുഭൂമിയാണ്. ഗ്രാമത്തിൽ ചെന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവർക്ക് കൊടുക്കാനുള്ള സമയവുമില്ല. അവരാകെ ഭയപ്പെട്ടു പോയി. എങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന അന്ത്രയോസ് അവിടെ ഒരു ബാലകനെ കണ്ടെത്തി. ആ ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അടങ്ങുന്ന ഒരു കൊച്ചു പൊതി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവന്റെ മാതാവ് കർത്താവിനെ കാണുവാൻ മരുഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അവന്റെ കയ്യിൽ ഭക്ഷണത്തിന് പൊതിഞ്ഞു കെട്ടി കൊടുത്തിരുന്ന ഒരു പൊതിയായിരിക്കാം. അത് അന്ത്രയോസ് കണ്ടെത്തിയിട്ട് അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ ഇത് പരിഹാസ്യമായി തോന്നിയേക്കാം. ആവശ്യം 20,000 ആണ്. 20,000 വയറുകൾ. കയ്യിലുള്ളതോ 5 അപ്പം 2 മീൻ. ശിഷ്യന്മാർ തന്നെ ചോദിച്ചു, അതെന്തുള്ളൂ? അത് തികച്ചും അവഗണിക്കത്തക്ക ഒരു ചെറിയ സ്രോതസ് മാത്രമാണ്. ആവശ്യം 20,000. സ്രോതസ് നിസ്സാരം. എന്തു ചെയ്യും? അവിടെയാണ് കർത്താവിന്റെ അത്ഭുതം നടക്കുന്നത്. കർത്താവ് ആ 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്തു. അതിന്റെ 11-ാമത്തെ വാക്യം, പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. കർത്താവ് കരങ്ങളിലേക്ക് 5 അപ്പത്തെയും 2 മീനിനെയും വാങ്ങിച്ചിട്ട് സ്വർഗത്തിലേക്ക് നോക്കി നമ്മൾ വായിക്കുന്നു, പിന്നെ യേശു അപ്പം എടുത്തു വാഴ്ത്തി. മലയാളത്തിൽ അവിടെ വാഴ്ത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. He took the bread and gave thanks to the Father. നിങ്ങളത് ഇംഗ്ലീഷിലോ മൂലവാക്കിലോ വായിച്ചാൽ അറിയാം. അപ്പം എടുത്തു വാഴ്ത്തി എന്നല്ല, അവനപ്പം എടുത്തു പിതാവിന് സ്തോത്രം ചെയ്തു. അവിടെയാണ് സ്തോത്രത്തിന്റെ പ്രസക്തി. എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്ന് പറയുന്നത് നന്ദിയാണ്. ഈ ചെറിയ വിഭവം, തുച്ഛമായ വിഭവം കയ്യിലെടുത്തിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് തൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞു. എപ്പോൾ? അപ്പം വർദ്ധിച്ചു കഴിഞ്ഞിട്ടല്ല, ജനം അതെല്ലാം ഭക്ഷിച്ച തൃപ്തി പ്രാപിച്ചിട്ടല്ല, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി കഴിഞ്ഞിട്ടല്ല, വിഷയം തീർന്നു കഴിഞ്ഞിട്ടല്ല യേശു ദൈവത്തിന് സ്തോത്രം ചെയ്തത്. കർത്താവ് പിതാവിന് സ്തോത്രം ചെയ്തത് പ്രശ്നമായിരിക്കുമ്പോൾ തന്നെ, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരുന്നപ്പോൾ തന്നെ, വിഷയം ഒരു മഹാമേരുവായി, ഒരു മഹാപർവ്വതമായി തന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ യേശു നന്ദി പറഞ്ഞു തുടങ്ങി. ഇതാണ് ലോകമനുഷ്യന് പറ്റുകയില്ലാത്തത്. ലോകമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ അവന് നന്ദി പറയുവാൻ കഴിയും. വിഷയത്തിന് വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നന്ദി പറയുവാൻ കഴിയും. എന്നാൽ പ്രശ്നമായിരിക്കുമ്പോൾ തന്നെ, പ്രശ്നം ഒരു മഹാപർവ്വതമായി മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ നന്ദി പറയുവാൻ കഴിയുമോ? അതിന്റെ പ്രസക്തി എന്താണ്? അതിന്റെ യുക്തി എന്താണ് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. യേശുവിന് എങ്ങനെ പിതാവിന് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞു? യേശുവിന് ഒരു കാര്യം അറിയാം, തൻ്റെ പിതാവ് ഒരിക്കലും തന്നെ അന്യനായി വിട്ടിട്ടില്ല. തനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ, തനിക്ക് വേണ്ടി ഏത് സമയത്തും പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായ ഒരു പിതാവാണ് സ്വർഗത്തിൽ വസിക്കുന്നത് എന്ന് യേശുവിനറിയാം. അതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിലും അവന്റെ വിശ്വാസ കണ്ണാൽ അവൻ കണ്ടു, തനിക്ക് വേണ്ടി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇതാണ് ദൈവമക്കളും അനുവർത്തിക്കേണ്ടത്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി കഴിഞ്ഞിട്ടല്ല
നാം നന്ദിയുള്ളവരായി ജീവിക്കേണ്ടത്. നാം നന്ദിയുള്ളവരായി ജീവിക്കുന്നതിൻ്റെ യുക്തി പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ കർത്താവ് സകലത്തിലും മതിയായ ദൈവമാണെന്ന് പ്രതിസന്ധികളുടെ നടുവിലും അംഗീകരിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് കഴിയണം. അങ്ങനെ ആയിരിക്കുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിലും, വിഷയത്തിന് വിടുതൽ ലഭിച്ചില്ലെങ്കിലും, പ്രശ്നമായി തന്നെ അവശേഷിക്കുമ്പോഴും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. നിങ്ങൾ വിചാരിക്കുന്നോ എപ്പോഴാണ് ഈ 5 യവത്തപ്പം, ഈ നിസാരമായ സ്രോതസ് 20,000 വർദ്ധിക്കുന്നത്? ആ അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തം എപ്പോഴായിരിക്കും, ആ നിമിഷം എപ്പോഴായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനത്തിൽ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എപ്പോഴാണ് അത് വർദ്ധിക്കാൻ തുടങ്ങിയത്? അപ്പം കയ്യിൽ വാങ്ങിച്ചപ്പോഴല്ല, അപ്പം കണ്ടെത്തിയപ്പോഴല്ല, യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോഴുമല്ല, മറിച്ച് അപ്പം 20,000 വർദ്ധിച്ചത് യേശു കരങ്ങളിൽ എടുത്തു പിതാവിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. സ്തോത്രത്തിന്റെ ശക്തി മനസ്സിലായോ? പ്രശ്നങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം, ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങണം, നന്ദിയുള്ളവനായി ജീവിക്കാൻ തുടങ്ങണം, അവന്റെ നന്ദി ദൈവത്തിന് അർപ്പിച്ചു തുടങ്ങണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഒരു ഭക്തൻ സ്തോത്രത്തെ ഏറ്റവും പരിശുദ്ധമായ ഒരു ചികിത്സാവിധി എന്ന് വിളിച്ചത്. ഹോളി തെറാപ്പി. താങ്ക്സ്ഗിവിംഗ് ഈസ് എ ഹോളി തെറാപ്പി എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്ന് പറയുന്നത് ഒരു ചികിത്സാവിധിയാണ്. ദൈവവേദലേ, നമ്മുടെ പ്രശ്നമായിരിക്കുമ്പോൾ തന്നെ, പ്രശ്നങ്ങൾ പർവ്വത സമാനമായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ, നാം വേദനയുടെ നടുവിലായിരിക്കുമ്പോൾ തന്നെ, അപമാനത്തിന് നടുവിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങണം. ദൈവം ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയെന്ന് കണ്ണാലെ കണ്ടിട്ടല്ല, പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് പ്രശ്നത്തിന്റെ നടുവിൽ തന്നെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ എല്ലായ്പ്പോഴും, ഏതവസരത്തിലും, ഏതു സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയൂ. ഇതാണ് ഒന്നാമത്തെ അനുഗ്രഹിക്കപ്പെട്ട പാഠം. രണ്ടാമത്തെ പാഠം യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 11-ാമത്തെ അധ്യായത്തിലാണ് കിടക്കുന്നത്. 11-ാം അധ്യായം നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിച്ചതിനെ കുറിച്ചുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ് 11-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഈ 11-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, ലാസർ മരിച്ചു. ലാസറിന്റെ സഹോദരിമാർ കർത്താവ് ഇരുന്ന സ്ഥലത്തേക്ക് ആളുവിട്ട് കർത്താവിനെ വിളിപ്പിച്ചു. കർത്താവ് വന്നപ്പോൾ ലാസറിനെ അടക്കം ചെയ്തു. 4 ദിവസവും കഴിഞ്ഞിരുന്നു. നാറ്റം വെച്ചു തുടങ്ങി അവന്റെ ജഡശരീരം. ആ അവസ്ഥയിലാണ് കർത്താവ് ബഥാനിയിലേക്ക് വരുന്നത്. യേശു ബഥാനിയിൽ വന്നു. അവന്റെ സഹോദരിമാർ, ലാസറിന്റെ സഹോദരിമാർ അവനെ എതിരേറ്റു. യേശു കല്ലറയുടെ അടുത്തേക്ക് ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് വെച്ചിരുന്നു. യഹൂദന്മാരുടെ രീതിയാണത്. ആ കല്ലിന് മുൻപിൽ യേശു നിൽക്കുകയാണ്. അവിടേക്ക് മാർത്തയും മറിയയും എത്തുന്നുണ്ട്. നിങ്ങൾ വായിച്ചാലറിയാം. കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയെ മാർത്ത കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. 41-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. 41-ാമത്തെ വാക്യം, യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് ഇവിടെ ഈ മലയാളത്തിലേക്ക് അത് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മൂലഭാഷയിലും ഇംഗ്ലീഷിലും അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എപ്പോഴാണ് സ്തോത്രം ചെയ്യേണ്ടത്? ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞല്ല. ലാസറിന്റെ ശരീരം കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ, അതിൻ്റെ മുൻപിൽ കല്ല് ഉരുട്ടി വെച്ചിരിക്കുമ്പോൾ തന്നെ, ലാസറിന്റെ ഭൗതിക ശരീരം നാറ്റം വമിച്ച 4 ദിവസമായി, ഇനി മടങ്ങി വരാൻ കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ യേശു കല്ലറയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് പിതാവിന് സ്തോത്രം ചെയ്തു തുടങ്ങി, നന്ദി പറഞ്ഞു തുടങ്ങി. നമുക്ക് ചോദിക്കാം,
അതെത്ര യുക്തിസഹമാണ്. യേശുവിന് എങ്ങനെ നന്ദി പറയുവാൻ കഴിഞ്ഞു? പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി കഴിഞ്ഞാലല്ലേ നമ്മൾ നന്ദി പറയൂ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമ്പോൾ ആ പ്രാർത്ഥനയിൽ തന്നെ യേശു പറയുന്നുണ്ട്, കർത്താവേ, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഏതവസ്ഥയിലും പ്രശ്നം അതിൻ്റെ അങ്ങേ അറ്റത്ത് എത്തുമ്പോഴും, പ്രശ്നം തിരികെ വരാതെ വണ്ണം വഷളായിരിക്കുമ്പോഴും യേശുവിന് നന്ദി പറയുവാനായിട്ട് കഴിഞ്ഞു. അവിടെയാണ് ലാസർ ഉയർപ്പിക്കപ്പെട്ടത്. കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന ദ്രവത്വമാർന്ന ലാസറിന്റെ ശരീരത്തിലേക്ക് എപ്പോഴാണ് ജീവൻ പ്രവേശിച്ചത്? ഞാൻ പറയാം, യേശു കല്ലറയ്ക്ക് മുൻപിൽ വന്നപ്പോഴല്ല, കല്ല് നീക്കുവീനെന്ന് പറഞ്ഞപ്പോഴല്ല, യേശു പിതാവിന് സ്തോത്രം ചെയ്തു തുടങ്ങിയപ്പോൾ അകത്ത പ്രശ്നത്തിന്മേൽ ദൈവം പരിഹാരം അയച്ചു തുടങ്ങി. വത്സല ദൈവത്തിലെ നിന്റെ വിഷയത്തിന് പരിഹാരം വന്നു കഴിഞ്ഞിട്ടല്ല, സകലതും കൈവിട്ടുപോയി എന്ന് നീ വിചാരിക്കുമ്പോൾ തന്നെ, കാലഹരണപ്പെട്ടു പോയി എന്ന് നീ ചിന്തിക്കുമ്പോൾ തന്നെ, ഇനിയൊരു മടങ്ങി വരവില്ല എന്ന് നീ വിചാരിക്കുമ്പോൾ തന്നെ, ലോകം ഒരു പോഷനെ പോലെ നിന്നെ കരുതിയേക്കാം. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നീ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങും. സ്തോത്രത്തിന്റെ ശക്തി മനസ്സിലായോ? ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങ്. നന്ദിയുള്ളവനായി ദൈവത്തെ സ്തുതിക്ക്, നന്ദിയുള്ളവനായി ജീവിക്ക്. ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. അവിടെയാണ് ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. എത്ര പഴകിയ വിഷയമാണെങ്കിലും, എത്ര കാലഹരണപ്പെട്ട വിഷയമാണെങ്കിലും, എത്ര ദിവസം കഴിഞ്ഞ വിഷയമാണെങ്കിലും അതിനെ മടക്കിക്കൊണ്ടുവരാൻ ദൈവത്തിനും പദ്ധതിയുണ്ട്. നമ്മുടെ മനസ്സിലെ സമനിലയെ പോലും തെറ്റിച്ചു കളയുന്ന നിരവധി വിഷയങ്ങൾ ഒരുപക്ഷെ പർവ്വതം പോലെ നമ്മുടെ മുൻപാകെ തല ഉയർത്തി നിന്നാലും ഞാൻ ഉറപ്പോടും ധൈര്യത്തോടും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തോടും കൂടെ പറയാം, ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ, ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കോ, നന്ദിയുള്ളവനായി ജീവിച്ചോ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. എത്ര വഷളായ വിഷയവും കൈവിട്ടുപോയ വിഷയവും മടക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. എത്ര നിസ്സാരമായ കാര്യവും വർദ്ധിപ്പിച്ചുകൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. തീർച്ചയായിട്ടും അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടെ നമുക്ക് ആ ദൈവസന്നിധിയിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.